പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് ഇപ്പോൾ പോകേണ്ടി വരുന്നു. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായ റിപ്പോർട്ടും എന്നാൽ മരണസംഖ്യ 25ഓളം വരുമെന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടും വന്നുകൊണ്ടിരിക്കുന്നു. അമിത്ഷാ ജമ്മു കശ്മീരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയെ അപലപിച്ചിരിക്കുന്നു. നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. സുരക്ഷാ സേന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് തിരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ഈ ആക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായിട്ട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഇപ്പോൾ മരണസംഖ്യയെ സംബന്ധിച്ചിട്ടുള്ള വിവരം എന്താണ്? ഗണേഷ്, രാജ്യത്തെ നടുക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ 5 പേർ മരിച്ചുവെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 24 പേർ മരിച്ചെന്നാണ്. ജമ്മു കാശ്മീരിലെ പെഹൽഗാമിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു ജമ്മു കാശ്മീരിലെ പെഹൽഗാമിലെ ബൈസ്റ്റൺ താഴ്വരയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. വേഷം മാറിയെത്തിയ ഭീകരർ 3 ഭീകരരാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ബൈസൺ കുന്നിലേക്ക് ട്രക്കിങ്ങിന് പോയ വിനോദസഞ്ചാരികൾ തിരിച്ച് താഴ്വരയുടെ താഴെ എത്തി വിശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ ഭീകരർ വെടിയുതിർത്തത്. നിലവിൽ 5 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അനൗദ്യോഗികമായി 24 മരണമാണ് ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവസ്ഥലത്ത് ഇപ്പോൾ സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട 3 ഭീകരർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കുറ്റക്കാർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. മാത്രവുമല്ല, മരിച്ചവരുടെ കുടുംബത്തിന് അനുശോചനം രേഖപ്പെടുത്തിയ നരേന്ദ്രമോദി പരിക്കേറ്റവർക്ക് എന്ത് സഹായം വേണം, ഏത് സഹായം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ എക്സിലൂടെ അറിയിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് കർശനമായി ഇവർ ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ നിലവിൽ മോദി ജിദ്ദയിലാണ്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ മോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. സാഹചര്യം വിലയിരുത്തിയ ശേഷം ഉടൻ തന്നെ ശ്രീനഗറിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ശ്രീനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏകദേശം 8 മണിയോടെ ശ്രീനഗറിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് സംഭവ സ്ഥലത്തേക്ക്, അതായത് പെഹൽഗാമിലെ ബൈസൺ വാലിയിലേക്ക് ഇന്ന് തന്നെ സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ശക്തമായി അപലപിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഭീകരർക്കായി ശക്തമായ പരിശോധന തുടരുകയാണ്. വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഏകദേശം 24 പേർ മരിച്ചെന്നാണ് ഇപ്പോൾ ഇപ്പോൾ അനൗദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെ അത് ആരും സ്ഥിരീകരിച്ചിട്ടില്ല. 5 മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും രാജ്യത്തെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത്. ബനേഷ്, അഫ്സാന, പുതിയ വിവരങ്ങളുമായി അല്പസമയത്തിനകം തിരികെ വരിക. പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട നിമിഷമാണ് ഈ നിമിഷം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 5-10 വർഷങ്ങളായിട്ട് ജമ്മു കാശ്മീരിൽ ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ജമ്മു കാശ്മീരിൻ്റെ ഉടനീളമുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ ചരിത്രത്തിലുടനീളം വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ജമ്മു കാശ്മീരിലെ അതിമനോഹരമായ പ്രദേശങ്ങളൊക്കെ ഭീകരർ അവരുടെ ലക്ഷ്യമാക്കിയിരുന്നു. ഭീകരപ്രവർത്തകർ ആ ഭീകരതയെ ലോകത്തിൻ്റെ മുന്നിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്ന വേളയിൽ അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി കൊലപാതക പരമ്പരകൾ നടത്തിയതിൻ്റെ ചരിത്രമാണ് ജമ്മു കാശ്മീരിനുള്ളത്. അത് ഒട്ടൊക്കെ മാറുകയും ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് വീണ്ടും വളരെയധികം തണുപ്പും മനോഹാരിതയും ഉള്ള മഞ്ഞുകണങ്ങളുടെ നാട് എന്നുള്ള രീതിയിലുള്ള ഖ്യാതി നേടുകയും വിനോദസഞ്ചാര ഭൂപടത്തിൽ വീണ്ടും ഇടം നേടുകയും വിനോദസഞ്ചാര ഭൂപടത്തിലെ രക്തക്കറകൾ മാഞ്ഞു പോവുകയും വന്ന് മാറിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ പഴയകാലത്തെ ഇതിന് സമാനമായ രീതിയിലുള്ള
ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് ഭീകരാക്രമണം ആണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് BJPയിലെ നേതാക്കൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ പഹൽഗാമിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പഹൽഗാമിലെ ബൈസരൻ എന്ന സ്ഥലത്താണ്. അത് വിനോദസഞ്ചാര മേഖലയാണ്. ആ വിനോദസഞ്ചാര മേഖലയിൽ എത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണമാണ്. മരണസംഖ്യ 5 ആണ് എന്നതാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പറയപ്പെടുന്നത്. എങ്കിലും മരണസംഖ്യ ഉയരുന്നു എന്നുള്ള നിലയ്ക്കാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1-ലധികം പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നു. ഈ വിനോദസഞ്ചാരികളിൽ ഭൂരിപക്ഷവും രാജസ്ഥാനിൽ നിന്ന് വന്നവരാണ്. 20 വിനോദസഞ്ചാരികൾക്കാണ് ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. ട്രക്കിങ്ങിന് ഈ പറയുന്ന ബൈസരൻ മേഖലയിലേക്ക് പോയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ പ്രദേശത്തേക്ക് സാധാരണ രീതിയിൽ വാഹനം ഓടിച്ചെത്തിപ്പെടുക പ്രയാസമാണ്. കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കാൽനടയായോ ഒക്കെ എത്തിപ്പെടാവുന്ന സാഹസികത ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളവർക്ക് വിനോദസഞ്ചാരത്തിന് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഇടമാണ് ഈ മേഖല. ഈ സ്ഥലത്ത് ട്രക്കിങ്ങിന് പോയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിനോദസഞ്ചാരികൾ പതിവായി എത്തിക്കൊണ്ടിരിക്കുന്ന ബൈസരൻ താഴ്വരയിലാണ് ആക്രമണം നടന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ജിദ്ദയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് ഫോണിൽ സംസാരിച്ചു. കൃത്യമായ ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കാൻ പ്രധാനമന്ത്രി അമിത്ഷായോട് ആവശ്യപ്പെട്ടു എന്നാണ് ദേശീയ വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നത്. NIയുടെ റിപ്പോർട്ട് പ്രകാരം ഈ രീതിയിൽ പ്രധാനമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശം അമിത്ഷായ്ക്ക് ലഭിച്ചിരിക്കുന്നു. അവിടെ ചെല്ലുക, ആ സ്ഥലം ഉടൻ തന്നെ സന്ദർശിക്കുക എന്നാണ് അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീനഗറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ-e-തയ്ബയെ അനുകൂലിക്കുന്ന സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ലഷ്കർ-e-തയ്ബ നേരത്തെയും ജമ്മു കാശ്മീരിൽ പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തിയതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ലഷ്കർ-e-തയ്ബയെ അനുകൂലിക്കുന്ന സംഘടനയായിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കുറ്റക്കാരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഭീകരരുടെ അജണ്ട തനിക്ക് മനസ്സിലായി എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഭീകരാക്രമണത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപലപിച്ചിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭീകരാക്രമണത്തിൽ 24 മരണവും 13 പേർക്ക് പരിക്കും എന്നുള്ള നിലയ്ക്കുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ മരിച്ചത് 5 ആണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഷ്യപ്രകാരമുള്ളത്. 24 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ കർണാടക സർക്കാർ. ഈ വാർത്തയുടെ തുടർച്ചയിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. ഭീകരാക്രമണം നടത്തിയവരെ വെറുതെ വിടില്ല എന്ന് അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നു. കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായിട്ടുള്ള തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത്, സൂക്ഷിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തെക്കുറിച്ച് വീഡിയോ കോൺഫറൻസിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്ന് അമിത്ഷാ ട്വിറ്ററിൽ എഴുതി. ഒപ്പം തന്നെ എല്ലാ ഏജൻസികളുമായും അടിയന്തര സുരക്ഷാ അവലോകന യോഗം നടത്താൻ ഉടൻ തന്നെ ഞാൻ ശ്രീനഗറിലേക്ക് പോകും എന്നാണ് ട്വിറ്ററിൽ അമിത്ഷാ കുറിച്ചത്. അജ്ഞാതരായ തോക്കുധാരികൾ വിനോദസഞ്ചാരികൾക്ക് അടുത്ത് വന്ന് വെടി ഉതിർക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ ഈ മേഖലയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുന്നതിനായി അധികൃതർ മേഖലയിലേക്ക് ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട്. അതേസമയം ഈ ആക്രമണം നടത്തിയത് ചില പാകിസ്ഥാൻ ഭീകരരാണ് എന്നുള്ള നിലയ്ക്കാണ് BJP നേതാവ് രവീന്ദർ റെയ്ന പ്രതികരിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ അപലപിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയും സംസാരിക്കുകയുണ്ടായി. ഓർക്കുക, കഴിഞ്ഞ വർഷം ജമ്മു കശ്മീരിലെ ഗന്ദർബാൽ ജില്ല, ആ ഗന്ദർബാൽ ജില്ലയിലെ ഗഗാംഗീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഭീകരർ വെടിവെപ്പ് നടത്തിയിരുന്നു. ആ വെടിവെപ്പിൽ 7 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഒരു ഡോക്ടർ, 6 നിർമ്മാണ തൊഴിലാളികൾ അടക്കം 7 പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. അവിടെ ആ മേഖലയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു തുരങ്കത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്വകാര്യ കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്യാമ്പ് ആണ് അന്ന് ഭീകരർ ആക്രമിച്ചത്. ഇപ്പോൾ ഇതാ കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. 24 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള
അനൗദ്യോഗിക റിപ്പോർട്ടും 5 പേരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ടും പുറത്തു വരുന്നു. കുറ്റക്കാരായ ഒരാളെയും ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം ശക്തമാക്കാനാണ് തീരുമാനം എന്ന് പ്രധാനമന്ത്രി ജിദ്ദയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു. അമിത്ഷാ ശ്രീനഗറിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. രാത്രി 8 മണിയോടുകൂടി അല്പസമയത്തിനകം അമിത്ഷാ ശ്രീനഗറിലെത്തും. 13 പേർക്ക് പരിക്കുണ്ട്. 5 പേരുടെ നില ഗുരുതരമാണ്. ട്രക്കിങ്ങിന് പോയ വിനോദസഞ്ചാരികളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. മോദിയെ എല്ലാ വിവരങ്ങളും താൻ അറിയിച്ചുവെന്ന് അമിത്ഷാ സൂചിപ്പിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അമിത്ഷാ അപകട സ്ഥലം സന്ദർശിക്കാനാണ് സാധ്യത. രാത്രി 8 മണിക്ക് അവിടെ എത്തും. കുറ്റക്കാരായ ഒരു ഒറ്റ ആളെയും വെറുതെ വിടില്ല എന്നാണ് അമിത്ഷാ സൂചിപ്പിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അമിത്ഷാ. രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ ഈ ഭീകരാക്രമണത്തെ അപലപിച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് നേരെയുണ്ടായ ആക്രമണം അങ്ങേയറ്റം ഭീരുത്വം നിറഞ്ഞതാണ്, അപലപനീയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൃദയഭേദകമായ സംഭവമാണ് എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഭീകരാക്രമണത്തോട് പ്രതികരിച്ചത്.